2024 നവംബർ മാസത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യമായി 2024 കേരള പുരസ്കാരങ്ങൾ. വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിലാണ് സംസ്ഥാന സർക്കാർ കേരള പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരള പിറവി ദിനമായ നവംബർ 1 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. 2024 കേരള പുരസ്കാരങ്ങൾ ലഭിച്ചവർ: കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു, മേഖല സാഹിത്യം. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. ഡോക്ടർ S സോമനാഥ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഭുവനേശ്വരി കൃഷി മേഖലയും. ഡോക്ടർ S സോമനാഥ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം, ഭുവനേശ്വരി കൃഷി. കേരള ശ്രീ അവാർഡ് ലഭിച്ചവർ: കലാമണ്ഡലം വിമല മേനോൻ, മേഖല കല. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യം. നാരായണ ഭട്ടതിരി, കാലിഗ്രാഫി. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി, സാമൂഹ്യ സേവനം, ആശാ വർക്കർ. VK മാത്യൂസ്, വ്യവസായ വാണിജ്യരംഗം. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് സംസ്ഥാനത്തെ പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി നൽകുന്നത്. ഇത് വർഷത്തിൽ ഒരാൾക്ക് മാത്രമായിട്ടാണ് നൽകുക. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് സംസ്ഥാനത്തെ പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി നൽകുന്നത്. ഇത് വർഷത്തിൽ ഒരാൾക്ക് മാത്രമായിട്ടാണ് നൽകുന്നത്. രണ്ടാമത്തെ പരമോന്നത സംസ്ഥാന പുരസ്കാരമായ കേരള പ്രഭ വർഷത്തിൽ 2 പേർക്ക് നൽകുന്നു. കൂടാതെ മൂന്നാമത്തെ പരമോന്നത സംസ്ഥാന പുരസ്കാരമായ കേരള ശ്രീ വർഷത്തിൽ 5 പേർക്കും ലഭിക്കും. ഓരോ വിഭാഗത്തിലും കൂടുതലായി പുരസ്കാരങ്ങൾ അനുവദിക്കണമെങ്കിൽ ആകെ പുരസ്കാരങ്ങളുടെ എണ്ണം ഒരു വർഷത്തിൽ 10 അധികരിക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. 2024 നവംബർ മാസത്തിൽ പുറത്തുവന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം. 2024 നവംബർ മാസത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ SK വസന്തന്. 2024 സ്കൂൾ കായികമേള. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് കൊച്ചിയാണ്. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് കൊച്ചി. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല തിരുവനന്തപുരം. ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല തിരുവനന്തപുരം. അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ലയാണ് ചാമ്പ്യന്മാരായത്. അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ലയാണ് ചാമ്പ്യന്മാരായത്. അത്ലറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സ്കൂൾ ഐഡിയൽ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ കടകശ്ശേരി. അത്ലറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സ്കൂൾ ഐഡിയൽ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ കടകശ്ശേരി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ. കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ. സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത് PR ശ്രീജേഷ്. സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത് PR ശ്രീജേഷ്. ഭരണഘടനയുടെ 21ാം അനുച്ഛേദം പ്രകാരമുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് അമ്മയുടെ മുലയൂട്ടാനുള്ള അവകാശവും എന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി ഏത്? ഭരണഘടനയുടെ 21ാം അനുച്ഛേദം പ്രകാരമുള്ള
ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് അമ്മയുടെ മുലയൂട്ടാനുള്ള അവകാശവും എന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി ഏത്? ഉത്തരം കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി. വ്യാജ ഫോൺ കോളുകളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ കേരള സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനം ഏതാണ്? വ്യാജ ഫോൺ കോളുകളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ കേരള സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനം ഏതാണ്? ഉത്തരം സൈബർ വാൾ. സൈബർ വാൾ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെ? കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫ് ECOG തലച്ചോറിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തിയ സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫ് ECOG തലച്ചോറിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തിയ സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ്? ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നവംബറിൽ രൂപീകൃതമായതിന്റെ 25ാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? നവംബറിൽ രൂപീകൃതമായതിന്റെ 25ാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ഉത്തരം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. അടുത്ത ചോദ്യം, കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് കേരള സർക്കാർ സ്ഥാപിക്കുന്ന ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് കേരള സർക്കാർ സ്ഥാപിക്കുന്ന ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. അടുത്ത ചോദ്യം, രാജ്യത്തെ 24/7 ഓപ്പൺ ആൻഡ് നൈറ്റ് വർക്ക് കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? രാജ്യത്തെ 24/7 ഓപ്പൺ ആൻഡ് നൈറ്റ് വർക്ക് കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കൊല്ലം ജില്ലയിൽ. കൊല്ലത്താണ് രാജ്യത്തെ ആദ്യ 24/7 ഓപ്പൺ ആൻഡ് നൈറ്റ് വർക്ക് കോടതി പ്രവർത്തനം ആരംഭിച്ചത്. കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ അവതരിപ്പിക്കുന്ന ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ അവതരിപ്പിച്ച ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട്. അടുത്ത ചോദ്യം, ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ നാട്ടകം. കോട്ടയം ജില്ലയിലെ നാട്ടകം. അടുത്ത ചോദ്യം, പ്രഥമ സൂപ്പർ ലീഗ് കേരള കിരീട ജേതാക്കൾ ആരാണ്? പ്രഥമ സൂപ്പർ ലീഗ് കേരള കിരീട ജേതാക്കൾ. ഉത്തരം കാലിക്കറ്റ് FC. കാലിക്കറ്റ് FC. സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ഡഫേദാർ ആരാണ്? സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ഡഫേദാർ ആരാണ്? ഉത്തരം KCG. ഉത്തരം KCG. അടുത്ത ചോദ്യം, കേരളത്തിനായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? കേരളത്തിനായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സച്ചിൻ ബേബി. സച്ചിൻ ബേബി. ഒരു കലണ്ടർ വർഷത്തിൽ അന്താരാഷ്ട്ര T20യിൽ 3 സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാരാണ്? ഒരു കലണ്ടർ വർഷത്തിൽ അന്താരാഷ്ട്ര T20യിൽ 3 സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ. സവ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? സവ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് PS ശ്രീധരൻ പിള്ള. PS ശ്രീധരൻ പിള്ള. അടുത്ത ചോദ്യം, അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രൊഫസർ MK സാനു.
പ്രൊഫസർ MK സാനുവാണ് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം, ഉല എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഉല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് KV മോഹൻകുമാർ. KV മോഹൻകുമാർ. അടുത്ത ചോദ്യം, ഫ്രഞ്ച് എംബസിയിലെ 4 പതിറ്റാണ്ടുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന M മുകുന്ദന്റെ ആത്മകഥ. ഫ്രഞ്ച് എംബസിയിലെ 4 പതിറ്റാണ്ടുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന M മുകുന്ദന്റെ ആത്മകഥ എന്റെ എംബസിക്കാലം. എന്റെ എംബസിക്കാലം. മികച്ച ജില്ലയ്ക്കുള്ള 2024 ഭരണഭാഷാ അവാർഡ് നേടിയ ജില്ല ഏതാണ്? മികച്ച ജില്ലയ്ക്കുള്ള 2024 ഭരണഭാഷാ അവാർഡ് നേടിയ ജില്ല. ഉത്തരം പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയ്ക്കാണ് 2024 ഭരണഭാഷാ അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായ ട്രിപ്പിൾ ജമ്പ് താരം. കേരളത്തിലെ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായ ട്രിപ്പിൾ ജമ്പ് താരം അബ്ദുള്ള അബൂബക്കർ. അബ്ദുള്ള അബൂബക്കർ. അടുത്ത ചോദ്യം, രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേഘമണ്ഡൽ സൻസ്ഥാന്റെ 2024 രാജാ രവിവർമ്മ ചിത്രകാർ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി. രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേഘമണ്ഡൽ സൻസ്ഥാന്റെ 2024 രാജാ രവിവർമ്മ ചിത്രകാർ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി മുരളി ചീരോട്ട്. മുരളി ചീരോട്ട്. അടുത്ത ചോദ്യം, കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ 2024 പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ 2024 പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കൊല്ലം ജില്ല. ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കൊല്ലം ജില്ല. അടുത്ത ചോദ്യം, ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് 2024 അർഹയായത് ആരാണ്? ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് 2024 അർഹയായത് A. കന്യാകുമാരി. A. കന്യാകുമാരി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. തെളിമ. വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുവാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതി വർക്ക് നിയർ ഹോം പദ്ധതി. വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുവാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതി വർക്ക് നിയർ ഹോം പദ്ധതി. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നപരിഹാരത്തിനായി കേരള സർക്കാർ നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നപരിഹാരത്തിനായി കേരള സർക്കാർ നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. 2024 നവംബറിൽ അന്തരിച്ച കേരളത്തിന്റെ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന വ്യക്തി. 2024 നവംബറിൽ അന്തരിച്ച കേരളത്തിന്റെ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന വ്യക്തി MT പത്മ. MT പത്മ. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശൂർ. തൃശൂരിലെ കാർഷിക സർവകലാശാലയിൽ വെച്ചാണ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി.